അഗജാനനപത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദമൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദമൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. കൃഷ്ണൻ എന്നുട മാനസേ നിറയണം, കണ്ണീരുമാഞ്ഞിടണം. കൃഷ്ണൻ നൽകണമെന്നുമേ സുഖദമാം സമ്പത്തും ഐശ്വര്യവും. കൃഷ്ണൻ എന്നുട ഈശ്വരൻ ഗുരുവരൻ, സ്നേഹിച്ചൊരാ താതനും കൃഷ്ണൻ തന്നെ എനിക്കു. വിശ്വമഖിലം കൃഷ്ണ തൊഴുന്നേനഹം. ശ്രീയേറും കൃഷ്ണലീലാമധുരമൃതമായി പാടിടും ഭക്തഹംസം. നേരിൽ കാണുന്ന നേരം ഹൃദയവനികയിൽ പൂത്തിടും ജ്ഞാനപുഷ്പം. കാപട്യം ഒട്ടുമില്ലാത്തൊരു ചിരി പതിവായി നൽകിടും ബ്രഹ്മഭാവം. സാക്ഷാൽ ശ്രീ മള്ളിയൂരിൻ പദയുഗളമതിൽ എൻ്റെ സ്നേഹപ്രണാമം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീഗണനായക 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 ശ്രീഗണേശ. ശ്രീഗണനായക 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 ശ്രീഗണേശ. മള്ളിയൂർ ഭാഗവതഹംസം മന്ദമായി ഭാഗവതാമൃതം നൽകുന്നു. അതു കേട്ടു ഞാനുമാ കണ്ണനു കേൾക്കാനായി അവതാരലീലകൾ പാടുന്നു. അതു കേട്ടു കണ്ണനെ നോക്കി ഗണേശനോ കുംഭകുലുക്കിച്ചിരിക്കുന്നു. ഗോപി ഗണപതിയായൊരാ കണ്ണനെ അംഗത്തിലേറ്റിലാളിക്കുന്നു. ഗണപതി തോടിനു തീരത്തായി വാഴുന്നു ശ്രീഗണനായകൻ ശ്രീഗണേശൻ. നാലു കരമുള്ളൊരാ വിഘ്നരാജനെ നാലു വേദങ്ങളാൽ പൂജിപ്പൂ. മോദകം കൈകളിൽ ചേർത്തു പിടിച്ചു നീ മോദത്താൽ മെല്ലെ ചിരിക്കുന്നു. മാനവ ദുഃഖങ്ങളെല്ലാം ഒഴിച്ചു നീ മാധവ ഭക്തിയിൽ ചേർക്കുന്നു. മള്ളിയൂർ ഭാഗവതഹംസം മന്ദമായി ഭാഗവതാമൃതം നൽകുന്നു. മഹിമയേറുന്നൊരാ ഗണപതി തന്നുടെ മടിയിലായി കണ്ണനെ കാണുന്നു. മാധവ ഭക്തിയിൽ
ചേർക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ആദ്യസുപൂജിതനായ ഗണപതി ഭഗവാന്റെ മുമ്പിൽ ഭാഗവതാമൃത സത്രം, അതിലെ ആദ്യ പ്രഭാഷണത്തിന് ഈയുള്ളവനെ തിരഞ്ഞെടുത്ത ആദിപുരുഷനായിരിക്കുന്ന പൊന്നുഗുരുവായൂരപ്പൻ്റെ പാതാരവിന്ദങ്ങളിൽ, മാതാപിതാക്കളുടെയും ഗുരുപരമ്പരകളുടെയൊക്കെ പാതാരവിന്ദങ്ങളിൽ ഹൃദയം ചേർത്ത് വെച്ച് നമസ്കരിക്കുന്നു. ശ്രീമദ് ഭാഗവതം, അതിൻ്റെ മാഹാത്മ്യം, അതാണ് ഇന്ന് നമ്മൾ വിചാരം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം എത്ര പറഞ്ഞാലും തീരുന്നതല്ല. എന്നാൽ ഭാഗവതം തന്നെ ആ മാഹാത്മ്യത്തെ ഏറ്റവും ലളിതമായി, ഏറ്റവും പ്രൗഢമായി പറഞ്ഞു വച്ചിരിക്കുന്നു. അത് ഒരു 16 അക്ഷരങ്ങളിലൂടെ, പിന്നെ ഒരു 8 അക്ഷരങ്ങളിലൂടെ, അങ്ങനെ ആ 16ഉം 8ഉം ചേർന്ന് അതൊരു ഭാഗവത മാഹാത്മ്യ ഗായത്രിയായി മാറുന്നു. എന്താണ് ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം? ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി. ഇതാണ് ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം. ഭാഗവതം ഭഗവാൻ തന്നെയാണ്, ഭഗവാന്റെ അക്ഷര സ്വരൂപമാണ് എന്ന് ഭാഗവതം തന്നെ നമുക്ക് പറഞ്ഞു തരുന്നു. ഭാഗവതകാരൻ മറ്റൊന്നുകൂടി ചേർത്ത് വച്ചു, കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ശ്രീമദ് ഭാഗവതം ആ ശ്രീകൃഷ്ണനാണ്. ആ ശ്രീകൃഷ്ണൻ ഭഗവാനാണ്. ജ്ഞാനം വിജ്ഞാനം തുടങ്ങിയ 6 ഭഗങ്ങളോടുകൂടിയവൻ, അതാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാന്റെ അക്ഷരസ്വരൂപമാണ് ശ്രീമദ് ഭാഗവതം. അതിനെയാണ് എത്രയോ കാലങ്ങളായി ഈ ക്ഷേത്രാങ്കണത്തിൽ മഹാഗണപതിയുടെ മുമ്പിൽ ഭഗവൽ കഥകൾ പാടിക്കൊണ്ടേയിരിക്കുന്നത്. എത്രയോ ആചാര്യന്മാർ, എത്രയോ സജ്ജനങ്ങൾ, ഭക്തജനങ്ങളൊക്കെ അത് പറയാനും കേൾക്കാനും ആസ്വദിക്കാനും അനുമോദിക്കാനുമൊക്കെയായി എത്രയോ കാലങ്ങളായി തുറന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ധന്യധന്യമായ ഈ വേദിയിൽ ഈയുള്ളവന് എത്തിച്ചേരാൻ സാധിച്ചുവെങ്കിൽ അത് ഭഗവാന്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. ഗണപതി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്. ആ ഗണപതിയുടെ മടിയിലിരിക്കുന്ന കാരുണ്യസ്വരൂപനായിരിക്കുന്ന ഗോപീ ഗണപതിയുടെ വാത്സല്യം കൊണ്ടാണ്. ഒന്നുമെൻ നൈപുണ്യമല്ല കണ്ണ, എല്ലാം നിൻ കാരുണ്യമൊന്നു മാത്രം എന്ന രീതിയിൽ നമ്മുടെ ഓരോ പ്രവൃത്തിയും, നമ്മുടെ ഓരോ നിമിഷവും ഭഗവാന്റെ സങ്കല്പത്തിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഭാഗവതാമൃതം, ആ ഭാഗവതാമൃതത്തിൻ്റെ മാഹാത്മ്യം, അത് ശ്രീമദ് ഭാഗവതം പത്മപുരാണത്തിലെ 6 അധ്യായങ്ങളിലൂടെയാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിലും നമുക്ക് കാണാൻ സാധിക്കുന്നു കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നുള്ള ആ സത്യത്തെ. ഭഗവാനെ ആശ്രയിച്ചപ്പോൾ ഭക്തിദേവിക്കും അതേപോലെ തന്നെ ആത്മദേവനും, എന്തിന് ധുന്ധുകാരിക്കും ഭഗവാനിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിച്ചു. ഭക്തിദേവി വല്ലാതെ ബുദ്ധിമുട്ടിയ ഒരു കാലഘട്ടം, ഭക്തിദേവിക്കും ജ്ഞാനവൈരാഗ്യങ്ങൾക്കും തളർച്ച വന്നപ്പോൾ അവരുടെ വളർച്ചയ്ക്ക് കാരണമായത് ഭഗവാന്റെ ലീലകളാണ്, ഭഗവാന്റെ കഥകൾ നിറഞ്ഞ ഭാഗവതമാണ് എന്നാണ് ആദ്യം നമ്മൾ കേൾക്കുന്നത്. ശ്രീമദ് ഭാഗവതത്തിൻ്റെ മാഹാത്മ്യത്തിൽ ശ്രീ ശുകബ്രഹ്മർഷിയെ നമസ്കരിച്ചും കൊണ്ട് ആരംഭിക്കുന്നു. ഏതൊരു പ്രവൃത്തിയും ഗുരു സ്മരണയോട് കൂടിയിട്ട് വേണം ആരംഭിക്കാൻ. അതിനുള്ളൊരു ഭാഗ്യവും മഹാഗണപതി അനുഗ്രഹിച്ച് അനുവദിച്ചു തന്നു. ഇവിടെ പുസ്തക പ്രകാശനം ചെയ്ത ആരാധ്യനായ വെൺമണി കൃഷ്ണേട്ടൻ്റെയൊക്കെ
പ്രഭാഷണങ്ങൾ കുട്ടിക്കാലത്ത് നേരിട്ടും ആകാശവാണിയിലൂടെയും ഒക്കെ കേട്ടിട്ടാണ് ഈ ഭാഗവത രംഗത്തിലേക്ക്, ഭക്തിയുടെ ഏറ്റവും താഴെത്തട്ടിലേക്കെങ്കിലും എത്തിച്ചേരാൻ സാധിച്ചത്. വെൺമണി കൃഷ്ണേട്ടൻ്റെ നരസിംഹാവതാരം കേൾക്കുമ്പോൾ അവിടെ പ്രഹ്ലാദ ഭക്തിയുടെ ആനന്ദം കുട്ടിക്കാലത്തെ അനുഭവിക്കാൻ സാധിച്ചതും, കൃഷ്ണാവതാരം കേൾക്കുമ്പോൾ ആ ഉണ്ണിക്കണ്ണൻ്റെ കൂട്ടുകാരൻ എന്നതുപോലെ ആ ഭഗവാനോടൊപ്പം ഗോപനായി ഓടിക്കളിക്കാൻ മോഹിച്ചതും, രുക്മിണീ സ്വയംവര പ്രഭാഷണത്തിൽ ആ കല്യാണഘോഷത്തിനൊപ്പം ആടിത്തിമർത്തതും ഒക്കെ ആലോചിക്കുമ്പോൾ ഇന്ന് ഈ വ്യാസപീഠത്തിൽ എത്രയോ ശ്രേഷ്ഠന്മാരായ ഗുരുനാഥനായ വെൺമണി കൃഷ്ണേട്ടനടക്കമുള്ള എത്രയോ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആളുകളിരുന്ന ഈ വേദിയിൽ എനിക്ക് ഇരിക്കാൻ സാധിച്ചതും അവരൊക്കെ നൽകിയ സ്നേഹവാത്സല്യങ്ങളാണ്. നാരദ മഹർഷിയുടെ കഥ പ്രഥമസ്കന്ധത്തിൽ നമ്മൾ കേൾക്കുമ്പോൾ അവിടെ അറിയാം, ഗുരുനാഥൻ്റെ അനുഗ്രഹം കൊണ്ട് ശൂദ്രപുത്രനായിരിക്കുന്ന ആ ഉണ്ണിക്ക് ബ്രഹ്മപുത്രൻ എന്ന പദവിയിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചത്. ഇപ്പോൾ സജ്ജന മഹിമ അത് വളരെ വലുതാണ്. ഭാഗവതത്തിൻ്റെ മാഹാത്മ്യത്തിലും സജ്ജന മഹിമയെ തന്നെയാണ് വർണ്ണിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് ഭക്തിദേവിയുടെ ആ ഒരു അവസ്ഥയിലേക്ക്, ആ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കാൻ നാരദനാകുന്ന സജ്ജനം ചെയ്യുന്ന വലിയ പ്രവർത്തനത്തെയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. ശൗനകാദി ഋഷീശ്വരന്മാർ നൈമിഷാരണ്യത്തിൽ ഭഗവൽ കഥകൾ കേൾക്കാൻ മോഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഥാമൃത രസാസ്വാദ കുശലഹ, കഥ പറയുന്നതിലുള്ള കേമത്വം മാത്രം പോരാ, കേൾക്കുന്ന ആളുകൾക്കും അതിൽ വലിയ ഒരു കഴിവ് ഉണ്ടാവണം. അപ്പോഴാണ് ഏറ്റവും വേണ്ട ചോദ്യങ്ങൾ ചോദിക്കുക. ഇന്നത്തെ നമ്മുടെ ഒരു പ്രഭാഷണത്തിൻ്റെ രീതിയിലല്ല അന്ന് ഭാഗവതം, മറിച്ച് സംവാദ രൂപത്തിലാണ്. ശ്രോതാക്കൾ ചോദ്യങ്ങൾ ചോദിക്കുകയും വക്താവ് അതിന് സമാധാനം എന്നുള്ള രീതിയിൽ ഭഗവാന്റെ അപാരമായ കാരുണ്യത്തിൻ്റെ കഥകൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. അതുകൊണ്ട് ഭാഗവതം ഉടനീളം സംവാദ രൂപത്തിലാണ്. നമുക്കറിയാം, സൂതശൗനക സംവാദ രൂപത്തിൽ ആരംഭിച്ച് ശ്രീശുക പരീക്ഷിത് സംവാദത്തിലൂടെയും ബ്രഹ്മനാരദ സംവാദത്തിലൂടെയും അതല്ലെങ്കിൽ ഭഗവത് ഉദ്ധവ സംവാദത്തിലൂടെയും വിതുരമൈത്രേയ സംവാദത്തിലൂടെയും ഒക്കെയാണ് ഭാഗവതം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ശൗനകാദി ഋഷീശ്വരന്മാർ ചോദിക്കുന്നത് എന്താ? എങ്ങനെയായാൽ കൃഷ്ണപ്രാപ്തി നേടിയെടുക്കാൻ സാധിക്കും? ഭാഗവതം, സനാതനധർമ്മം, ആർഷഭാരത സംസ്കാരം ഒരിക്കലും സ്വർഗകാമനയ്ക്ക് വേണ്ടിയിട്ടുള്ള യാത്രയല്ല, മറിച്ച് ആ സ്വർഗവാസികൾ പോലും മോഹിക്കുന്ന, പൂജിക്കുന്ന ഭഗവാനിലേക്ക് എത്തുക എന്നുള്ളതാണ്. ശ്രേയസാംയൽ ഭവേത് ശ്രേയ പാവനാനാം ച പാവനം, കൃഷ്ണപ്രാപ്തികരം. എങ്ങനെയാണ് കൃഷ്ണനെ കിട്ടുക എന്നുള്ളതാണ്. ഭഗവാനിലേക്ക് എത്തുമ്പോഴാണ് നിത്യാനന്ദത്തിൻ്റെ അനുഭൂതി തലങ്ങളിലേക്ക്, അനുഭവ തലങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുക. മറ്റുള്ളതൊക്കെ ദുഃഖത്തിൻ്റെ കലർപ്പുള്ളതാണെങ്കിൽ കൃഷ്ണകഥകൾ മാധുര്യം മാത്രം, അവിടെ ആനന്ദം മാത്രമാണ്, നിത്യാനന്ദമാണ് കൃഷ്ണകഥകളുടെ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ കൃഷ്ണനെ നേടാൻ സാധിക്കും എന്ന് ചോദിക്കുമ്പോൾ സൂതപൗരാണികൻ പറഞ്ഞുകൊടുത്തു, സാവധാനതയാ ശൃണു. നമുക്കൊക്കെ ഭാഗവതം അല്ലെങ്കിൽ ഭഗവത് സംബന്ധിയായിട്ടുള്ള പ്രവൃത്തികളിൽ, ഏത് പ്രവൃത്തിയിലും അങ്ങനെ തന്നെയാണ്, ശ്രദ്ധയോടുകൂടി ചെയ്താലാണ് അതിൻ്റെ ഫലം ലഭിക്കുക. ശ്രദ്ധാവാൻ ലഭതയെ ജ്ഞാനം എന്നാണ്. അപ്പം അതുകൊണ്ട് ഭാഗവതം കേൾക്കുമ്പോൾ എങ്ങനെ വേണം? ശ്രദ്ധയോടുകൂടി വേണം. ഏതസ്മാദപരം കിഞ്ചിൽ മനഃശുദ്ധേന വിദ്യതയെ ജന്മാന്തരേ ഭവേത് പുണ്യം എന്നാണ്. എത്രയോ ജന്മജന്മാന്തരങ്ങളിലെ പുണ്യം കൊണ്ടാണ്, നമ്മൾ ഇന്ന് ചെയ്ത പുണ്യം കൊണ്ടൊന്നുമല്ല നമുക്കിത് കിട്ടുന്നത്. എത്രയോ കാലത്തെ ഈ ഭാഗവതത്തെയും വേദങ്ങളെയും ഉപാസിക്കുന്ന അച്ഛൻ്റെ സുഹൃത്തായിട്ടുള്ളൊരു ബ്രാഹ്മണോത്തമൻ അദ്ദേഹം പറയാറുണ്ട്, നമ്മളൊക്കെ അനുഭവിക്കുന്നത് നമ്മുടെ പൂർവികർ ചെയ്ത അല്ലെങ്കിൽ മുജ്ജന്മത്തിൽ നമ്മൾ ചെയ്ത പുണ്യങ്ങളുടെ ഫലമാണ്. അപ്പോൾ അത് ഒരു സ്ഥിര നിക്ഷേപം പോലെ കിടക്കുകയാണ്. അതിൻ്റെ പലിശയാണ് നമുക്കിപ്പോൾ ഇത്തരത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എന്ത് വേണം? പലിശ ഉപയോഗിക്കുമ്പോൾ ആ സ്ഥിര നിക്ഷേപത്തിൽ തൊടാതെ പലിശ ഉപയോഗിക്കണം. ഇനി സ്ഥിര നിക്ഷേപത്തിൽ തൊടുകയാണെങ്കിൽ തന്നെ സ്ഥിര നിക്ഷേപം വർദ്ധിപ്പിക്കാനുള്ള പ്രവൃത്തി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. ഭൗതികമായിട്ട് ചിന്തിച്ചാൽ അങ്ങനെയാണ്. ഇതേപോലെ നിരന്തരം
നിരന്തരം നിരന്തരം ഭഗവത് സ്മരണയും ഭഗവത് കീർത്തനവും ഭഗവത് ശ്രവണവും ഉണ്ടെങ്കിലേ ഈ പുണ്യത്തെ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അതല്ലെങ്കിൽ ഈ ഓട്ടുവിളക്കൊക്കെ പോലെയാണ്, അതിൽ ക്ലാവ് പിടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ എത്ര തേച്ചാലും അതിന് തിളക്കം വരില്ല. അപ്പം അതുകൊണ്ട് എപ്പോഴും അതിനെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കണം. അതിനുള്ള ഏറ്റവും നല്ല, ഏറ്റവും ഉദാത്തമായ ഉപായമാണ് ഭാഗവതം കേൾക്കുക എന്നുള്ളത്. ഇതാണ് പറഞ്ഞു കൊടുത്തത്. പണ്ട് ആ ദേവന്മാർ ശിശുബ്രഹ്മർഷിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ശിശുബ്രഹ്മർഷി പരീക്ഷത്തിന് ഭാഗവതം പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ വന്നിട്ട് ദേവന്മാരെന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് ഈ കഥാമൃതത്തെ തരൂ, ഇദ്ദേഹത്തെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഞങ്ങൾ അമൃത് കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ ശിശുബ്രഹ്മർഷി പറഞ്ഞത്, സൂതൻ പറയുകയാണ്, എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് ശിശുബ്രഹ്മർഷി പറഞ്ഞു, നിങ്ങളുടെ ഈ അമൃത് എവിടെ, ഈ കഥാമൃതം എവിടെ? ക്വ സുധാ ക്വ കഥാലോകെ ക്വ കാച ക്വ മണിർമഹാൻ. രണ്ടും പോലെയാണ്, മണ്ണും സ്വർണവും പോലെയാണ് നിങ്ങളുടെ അമൃതും ഈ കഥാമൃതവും. മരണത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ഭൗതികമായ മരണത്തിൽ നിന്ന് രക്ഷപ്പെടലല്ല, മറിച്ച് തനിക്ക് ജനന മരണങ്ങളില്ലാത്ത നിത്യസത്യമാണ് താനെന്ന ബോധ്യത്തിലേക്ക് ഒരാളെ എത്തിക്കുക എന്നുള്ളതാണ് ഭാഗവതത്തിൻ്റെ ധർമ്മം. അത് പലപ്പോഴും നമുക്ക് സാധിക്കാത്തതിന് കാരണം എന്താ? അതാണ് ഭാഗവതം ആദ്യം പറഞ്ഞത്, സാവധാനതയാ ശൃണു. ശ്രദ്ധയോടുകൂടി കേൾക്കുന്നില്ല, ശ്രദ്ധയോടുകൂടി പറയുന്നില്ല. നമുക്കൊക്കെ ഈ ഭൗതിക തിരക്കുകളിൽപ്പെട്ട് പല പല ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടണമെങ്കിൽ പരിപൂർണമായ ശ്രദ്ധ അതുണ്ടായാലേ സാധിക്കുള്ളൂ. ആ ശ്രദ്ധയുണ്ടാവണമെങ്കിലും ഭഗവാന്റെ അനുഗ്രഹം വേണം. അതുകൊണ്ട് ഈ ശ്രീമദ് ഭാഗവതം ദേവന്മാർക്ക് പോലും അതിദുർലഭമാണ് എന്ന് എനിക്കന്ന് മനസ്സിലായി. 17 പുരാണങ്ങളിലും ശ്രേഷ്ഠമാണ് ശ്രീമദ് ഭാഗവതം എന്ന് ബ്രഹ്മലോകത്തിൽ വെച്ച് എനിക്ക് മനസ്സിലായി. ശിശുബ്രഹ്മർഷി പറയുകയാണ്, ബ്രഹ്മാവ് 17 പുരാണങ്ങളെ ഒരു തട്ടിലും രാജ്ഞോ മോക്ഷം തഥാവീക്ഷ്യ പുരാധാതാപി വിസ്മിത. സാക്ഷാൽ ബ്രഹ്മാവ് പോലും വിസ്മയിച്ചു. കാരണം എന്താ? ഇവിടെ ഈ ഭാഗവതം ഇരുന്ന തട്ട് എന്നും താണിരുന്നു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഭാഗവതം അത്രയും ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. ആ ഭാഗവതത്തെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഇത് വൈകുണ്ഠഫലദായകമാണ്. വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ കുണ്ഠിതങ്ങളില്ലാത്ത ലോകം, നിത്യാനന്ദത്തിൻ്റെ ലോകം. ഭാഗവതം കേൾക്കുന്ന ആളുകൾക്ക് സുഖദുഃഖങ്ങളെ ഒരുപോലെ കാണാൻ സാധിക്കും, ദ്വൈതങ്ങളില്ലാതെയാവും, സന്തോഷവും സന്താപവും ഒരുപോലെയായിട്ട് തീരും. ഇതൊക്കെ ഭഗവാന്റെ അനുഗ്രഹമാണ് എന്ന ഒരു ഉറപ്പ് വരും. നാരദ മഹർഷി അങ്ങനെ വന്നിട്ടുള്ള ആളാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് തൻ്റെ അമ്മ പാമ്പ് കടിയേറ്റ് മരിച്ചപ്പോഴും അനുഗ്രഹം മന്യമാന, ഇത് ഭഗവാന്റെ അനുഗ്രഹമാണ് എന്ന് തോന്നിയത്. എല്ലാം ഭഗവാന്റെ കാരുണ്യമാണ് എന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ തോന്നേണ്ടത്. എല്ലാത്തിലും ഭഗവാന്റെ ഒരു സങ്കല്പമുണ്ട്, ഭഗവാന്റെ ഒരു മുദ്രയുണ്ട് എന്ന് തിരിച്ചറിയാം. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ പോകുന്ന ആളുകളുടെ അടുത്ത് അവിടെ കാവൽക്കാരായി നിൽക്കുന്ന ആളുകൾ നമ്മളോട് പറയും, എത്രയോ സമയം വരി നിന്ന് വരികയാണെങ്കിൽ പോലും അവിടെയുള്ള ആളുകൾ നമ്മളോട് എന്താ പറയണത്? തൊഴുതു മാറൂ. ഒട്ടും നമുക്ക് ഇഷ്ടം ഉണ്ടാവാറില്ല. കാരണം അവിടെ നിന്ന് തൊഴാനാണ് നമ്മൾ വന്നിട്ടുള്ളത്. എന്നാൽ ആ തൊഴാൻ നിൽക്കുമ്പോൾ തന്നെ ഭഗവാനെ കാണാൻ വന്ന നമ്മൾ അറിയാതെ നമ്മുടെ 2 കണ്ണുകളും അടയ്ക്കണു. കാരണം എന്താ? നമ്മുടെ ഉപബോധ മനസ്സിനറിയാം ഈ കണ്ണിലൂടെയല്ല ഭഗവാനെ കാണേണ്ടത്, ഈ കണ്ണിന് നമുക്ക് കാഴ്ചശക്തി തരുന്ന ആ കണ്ണനാമുണ്ണിയെ കാണേണ്ടത്. നമുക്ക് കാണാൻ സാധിക്കാത്ത, എന്നാൽ കണ്ണൻ കാണുന്ന, കണ്ണനെ കാണുന്ന ആ അകക്കണ്ണ് തുറന്നുകൊണ്ടാണ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ കണ്ണുകൾ അറിയാതെ അടയ്ക്കാറുണ്ട്. എങ്കിലും കണ്ണടയ്ക്കുമ്പോഴും അകക്കണ്ണ് തുറക്കാൻ വൈകുന്നത് കൊണ്ട് നമുക്ക് ആ കാവക്കാർ പറയുന്നത് ഒട്ടും ഇഷ്ടാവാറില്ല. അവർ പറയണു തൊഴുതു മാറൂ. പക്ഷേ അവിടെയും ഭഗവാന്റെ ഒരു സങ്കല്പമുണ്ട് എന്നുള്ളതാണ് സത്യം. ഭഗവാനാണ് പറയുന്നത് എന്ന് ചിന്തിച്ചാൽ ആ പറയുന്നതിലും നന്മയുടെ അംശത്തെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. എന്താ ഭഗവാൻ പറയണത്? തൊഴുതു മാറൂ. എത്ര കാലമായി നിങ്ങൾ തൊഴുതു തുടങ്ങിയിട്ട്? നിങ്ങൾക്ക് എന്ത് മാറ്റമുണ്ടായി? എത്ര ഭാഗവതം നിങ്ങൾ പറഞ്ഞു? എത്ര ഭാഗവതം നിങ്ങൾ കേട്ടു? നിങ്ങളുടെ മനസ്സ് ആർദ്രമായോ?
വേദനിക്കുന്ന ഒരാളുടെ കണ്ണീരൊപ്പാൻ നിങ്ങളുടെ മനസ്സ് തയ്യാറായോ? സ്വാർത്ഥതയുടെ ആ ചിതൽപ്പുറ്റിനകത്ത് നിന്ന്, വൽമീകത്തിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങൾക്ക് സാധിച്ചുവോ? ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന ഏകാദശാക്ഷരി പ്രാർത്ഥന ചൊല്ലുമ്പോഴും ഏകാദശസ്കന്ധം കേൾക്കുമ്പോഴും നിങ്ങളുടെ ആ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും മനസ്സുമാകുന്ന 11 ഭഗവാനിലേക്ക് തിരിച്ചു വയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? നിങ്ങൾ തൊഴുതു മാറുന്നുണ്ടോ എന്ന് ഭഗവാൻ ചോദിക്കുകയാണ്. തൊഴുതു മാറൂ. ഇവിടെ സപ്താഹം അല്ലെങ്കിൽ ഭാഗവതം കേൾക്കുമ്പോൾ നമുക്കും ഒരു മാറ്റം ഉണ്ടാവണം. ഭക്തിദേവി ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് ഉണർവും ഉയർച്ചയും മാറ്റവും ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഭാഗവതം കേൾക്കാൻ നാരദ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം അവിടേക്ക് എത്തിച്ചേർന്നത്. നാരദ മഹർഷി പറഞ്ഞു, നാരദ മഹർഷിക്ക് ഒരു ഉറപ്പുണ്ട്. ആ ഒരു ഉറപ്പാണ് ഭാഗവതത്തിൽ നിന്നുണ്ടാവേണ്ടത്. യമുനാ നദിയുടെ തീരത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയെയും അവളുടെ മടിയിൽ കിടക്കുന്ന 2 വൃദ്ധന്മാരെയും കണ്ടപ്പോൾ ആ പെൺകുട്ടി താൻ ഭക്തിയാണ് എന്നും ജ്ഞാനവൈരാഗ്യങ്ങളാണ് എൻ്റെ മടിയിൽ കിടക്കുന്നവർ, എൻ്റെ പുത്രന്മാരാണ്, ഇവർക്ക് ഉണർവും ഉയർച്ചയും ഉണ്ടാവാൻ എന്താണ് ഉപായം എന്ന് ചോദിക്കുമ്പോൾ നാരദ മഹർഷി പറയുന്നുണ്ട്, ഹരി ശം തേ കരിഷ്യതി. ആ ഒരു ഉറപ്പ്, ആ ഹരി ഭഗവാൻ സാക്ഷാൽ ശ്രീഹരി ദേവിയുടെ ദുഃഖങ്ങൾക്ക് അറുതി വരുത്തും, ദേവിക്ക് സുഖത്തെ നൽകും എന്ന് പറയുന്നു. ദേവി പറയുന്നതാണ്. എനിക്കും ഇതേപോലെ ക്ഷയം സംഭവിച്ചൊരു കാലം ഉണ്ടായിരുന്നു ഭഗവാൻ സ്വധാമത്തിലേക്ക് തിരിച്ചു പോയപ്പോൾ. എന്നാൽ യമുനാ നദിയുടെ തീരത്തെത്തിയപ്പോൾ എത്ര ലീലാഹരേര ഭൂൽ, ഭഗവാന്റെ ലീലകൾ ആടപ്പെട്ട ആ യമുനാ നദിയുടെ തീരത്ത്, ആ രാസലീലയും ബാലലീലകളും ഭഗവാൻ ആടിയ യമുനയുടെ തീരത്ത് എത്തിയപ്പോൾ എനിക്ക് ഉണർവുണ്ടായി. പക്ഷേ ഇതെന്നെ സന്തോഷിപ്പിക്കുന്നില്ല. കാരണം എൻ്റെ മക്കളുടെ അവസ്ഥ അത്രയും ബുദ്ധിമുട്ടിലാണ്. അങ്ങനെയാണ് നാരദ മഹർഷി പറഞ്ഞത്, വേദനിക്കേണ്ട, വിഷമിക്കേണ്ട, തീർച്ചയായും ആ ഭഗവാൻ ദേവിയെ രക്ഷിക്കുക തന്നെ ചെയ്യും, യാതൊരു സംശയവും ഇല്ല എന്ന് ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തനായ നാരദന് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നു. നാരദ മഹർഷി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഭാഗവത മാഹാത്മ്യത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ ശ്ലോകത്തിൻ്റെ 2-ാമത്തെ വരിയിൽ, ശ്രീകൃഷ്ണ ചരണാംഭോജം സ്മര ദുഃഖം ഗമിഷ്യതി. ദുഃഖമില്ലാതെയാവുന്നത് എങ്ങനെയാണ്? നമ്മുടെ പ്രാരബ്ധമനുസരിച്ച് സുഖവും ദുഃഖവും ഒരു ചക്രം പോലെ ഇങ്ങനെ മാറിയും മറിഞ്ഞും വന്നുകൊണ്ടിരിക്കും. പക്ഷേ അതിനെ രണ്ടിനെയും ഒരുപോലെ കാണാനുള്ളൊരു മനസ്ഥിതി നമുക്കുണ്ടാവും ശ്രീകൃഷ്ണ പാദാരവിന്ദങ്ങളെ ആശ്രയിച്ചാൽ. പ്രത്യേകിച്ചും ആ ഭഗവാന് ഭക്തിയോളം വലുതായിട്ട് വേറെ ഒന്നുമില്ല. നമ്മേ ഭക്തായ എൻ്റെ ഭക്തൻ അല്ലാത്ത ആളുകൾക്ക്, അഭക്തന്മാരായിട്ടുള്ള ആളുകൾക്ക് അവർ നൽകുന്നത് എന്തായാലും ഞാൻ സ്വീകരിക്കില്ല. പക്ഷേ പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി എന്നാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. ത്വം തു ഭക്ത പ്രിയാതസ്യ സതതം പ്രാണതോധിക. ഭക്തിദേവിയോട് പറയുകയാണ്, ദേവി ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടവളാണ്, അതുകൊണ്ട് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് ആ ജ്ഞാനവൈരാഗ്യങ്ങളുടെ കാതിൽ വേദവും വേദാന്തവും ഒക്കെ മാറി മാറി ഗീതാപാഠവും ചൊല്ലിക്കേൾപ്പിച്ചിട്ടും അവർക്ക് ഉണർവുണ്ടായി എന്നല്ലാതെ അവർക്ക് ഉയർച്ചയിലേക്ക് വരാനോ യൗവനത്തിലേക്ക് തിരിച്ചു വരാനോ സാധിച്ചില്ല. വല്ലാത്ത വിഷമമായി നാരദ മഹർഷിക്ക്. എന്നാൽ ഭഗവത്പരമായിരിക്കുന്ന പ്രവൃത്തി ചെയ്യുന്നവരെ സഹായിക്കാൻ എത്രയോ സജ്ജനങ്ങൾ തയ്യാറാണ് എന്ന് കാണിച്ചും കൊണ്ട് ആദ്യം ഒരു ആകാശവാണിയും ആ ആകാശവാണിയിലൂടെ ഭഗവത് കഥകൾ കേൾപ്പിക്കാൻ പാകത്തിന് സജ്ജനങ്ങളും നാരദ മഹർഷിയുടെ മുമ്പിലേക്ക് എത്തി. അവർ നാരദൻ്റെ ഒരർത്ഥത്തിൽ സഹോദരന്മാർ തന്നെയായിരിക്കുന്ന സനകാദി യോഗീശ്വരന്മാരാണ്. സനകാദി യോഗീശ്വരന്മാർ എന്താ പറഞ്ഞത്? അങ്ങ് എന്തിനാണ് വിഷമിക്കുന്നത്? അങ്ങയുടെ മുഖത്ത് കഥം ബ്രഹ്മൻ ദീനമുഖ. സാധാരണ രീതിയിൽ ഹേ ബ്രഹ്മൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ അറിയുന്നവൻ, ഈശ്വരനെ അറിയുന്നവൻ. ഈശ്വരനെ അറിയുന്ന ഒരാൾക്ക് ഒരിക്കലും ദുഃഖമുണ്ടാവില്ല. നാരദ മഹർഷി, അങ്ങയ്ക്ക് അങ്ങനെ ഒരു ദുഃഖം ഉണ്ടായെങ്കിൽ
എന്താണ് അതിന് കാരണം എന്ന് ചോദിച്ചപ്പോൾ നാരദ മഹർഷി കഥ പറഞ്ഞു. ഭക്തിദേവിയുടെ കഥ, ജ്ഞാനവൈരാഗ്യങ്ങളുടെ തളർച്ചയുടെ കഥ, അവരെ വളർച്ചയിലേക്ക് എത്തിക്കാനുള്ള തൻ്റെ തിരച്ചിലിൻ്റെ കഥ, തൻ്റെ ഉള്ള പിടഞ്ഞുവെങ്കിൽ അതിന് കാരണമായിട്ടുള്ള കഥ. ഇത് കേട്ടപ്പോഴാണ് സനകാദി യോഗീശ്വരന്മാർ പറഞ്ഞത്, മാം ചിന്താം കുരുദേവർഷേ, അങ്ങ് വിഷമിക്കുകയേ വേണ്ട, അങ്ങ് അങ്ങനത്തെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട, അങ്ങ് ഇപ്പം മറന്നുപോയി എന്നല്ലാതെ ഇതിനെക്കുറിച്ച് മുമ്പ് തന്നെ, എത്രയോ മുമ്പ് തന്നെ അങ്ങ് തന്നെ സാക്ഷാൽ വേദവ്യാസന് ഉപദേശിച്ചു കൊടുത്ത ഭാഗവതം അതിലൂടെ സാധിക്കും എന്ന് പറഞ്ഞപ്പോൾ ശ്രീമദ് ഭാഗവതാലാപ സതുഗീത ശുകാദിഭി എന്ന് പറഞ്ഞപ്പോൾ നാരദ മഹർഷിക്കുണ്ടായ സംശയമാണോ, അതോ ഇനി നാളെ വരാൻ പോകുന്ന ആളുകൾക്കുണ്ടാകാൻ പോകുന്ന സംശയത്തെ ദൂരീകരിക്കാൻ നാരദ മഹർഷി ചോദിച്ചതാണോ? കാരണം വേദസാരമാണ് ശ്രീമദ് ഭാഗവതം എങ്കിൽ വേദാന്തഘോഷൈശ്ച ഗീതാപാഠൈ പ്രബോധിതം ഭക്തിജ്ഞാന വിരാഗാണാം നോദതിഷ്ഠതൃകം തുയൽ ശ്രീമദ് ഭാഗവതാലാപാൽ തത്കഥം ബോധമേഷ്യതി. അപ്പോൾ വേദം ചൊല്ലിയിട്ട് പോലും ഉണർവുണ്ടായില്ലെങ്കിൽ എങ്ങനെയാണ് വേദസാരം കൊണ്ട് ഈ ഉണർവുണ്ടാവുക? അത് തന്നെയാണ് അതിനുള്ള മറുപടി എന്നാണ് സനകാദി യോഗീശ്വരന്മാർ പറഞ്ഞത്. സാരമാകുമ്പോൾ അതിൻ്റെ ശക്തി കൂടും, അതിൻ്റെ പ്രാധാന്യം കൂടും. അല്ലേ? നമ്മൾ ആയുർവേദ മരുന്നുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്കറിയാം, അത് ആവർത്തിക്കും തോറും അതിൻ്റെ ശക്തി കൂടും. ഭാഗവതമാകുന്ന ഈ വേദസാരം നിഗമകൽപ്പതരോർഗളിതം ഫലം ശുകമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം. ഭാഗവതം മാത്രമാണ് ഇത് വാരിക്കോരി കുടിക്കുവിൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ ശ്രീമദ് ഭാഗവതം അത് സാരമാണ്. കരിമ്പിൽ നിന്നാണ് പഞ്ചസാര ഉണ്ടാവുന്നത്. എന്നാൽ കരിമ്പ് നമുക്ക് പായസത്തിലിട്ട് കഴിഞ്ഞാൽ മധുരം ഉണ്ടാവണില്ല. പാലിൽ നിന്നാണ് വെണ്ണയും, വെണ്ണയിൽ നിന്നാണ് നെയ്യും ഉണ്ടാവുന്നത്. പാലൊഴിച്ചാൽ നമുക്ക് വിളക്ക് കൊളുത്താൻ സാധിക്കില്ല, അതിന് നെയ്യ് തന്നെ വേണം. ഇതേപോലെ വേദസാരമായിരിക്കുന്ന ശ്രീമദ് ഭാഗവതം കൊണ്ട് മാത്രമേ ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് ഉണർവുണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോഴാണ് സനകാദി യോഗീശ്വരന്മാരുടെ അടുത്ത് നാരദ മഹർഷി പറഞ്ഞു, എങ്കിൽ ആ ഭാഗവതത്തെ സജ്ജനങ്ങളായിട്ടുള്ള നിങ്ങൾ ആകാശവാണിയിൽ പറഞ്ഞത് എൻ്റെ ആഗ്രഹ സാഫല്യത്തിനായി സാക്ഷാൽ സനകാദി യോഗീശ്വരന്മാരെ എന്ന് പ്രത്യേകം പറഞ്ഞില്ലെങ്കിലും സജ്ജനങ്ങളുടെ സാന്നിധ്യം കൊണ്ട് അങ്ങയുടെ ആഗ്രഹം പൂർത്തീകരിക്കുമെന്ന് പറയുകയുണ്ടായി. അതുകൊണ്ട് നിങ്ങൾ തന്നെ ആ ജ്ഞാനയജ്ഞത്തെ, ആ ഭക്തി ഗംഗയെ ഞങ്ങളിലേക്ക് പകർന്നു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് അവിടെ തടം ആനന്ദനാമകം, ആനന്ദതടം എന്നറിയപ്പെടുന്ന ഗംഗാനദിയുടെ തീരത്ത് വെച്ച് സനകാദി യോഗീശ്വരന്മാരുടെ സപ്താഹം അവിടെ ആരംഭിക്കുന്നത്. ആ സനകാദി യോഗീശ്വരന്മാരുടെ സപ്താഹത്തിന്
ഹിമാലയം തുടങ്ങിയ പർവ്വതങ്ങൾ, അതേപോലെ തന്നെ ഋഷീശ്വരന്മാർ, ദണ്ഡകം തുടങ്ങിയ വനങ്ങൾ, ഗംഗാ തുടങ്ങിയ നദികൾ എന്ന് വേണ്ട ആ ജ്ഞാനയജ്ഞത്തിന് വരാത്തവരായിട്ട് ആരുമില്ല. ഹിമാലയം തുടങ്ങിയ പർവ്വതങ്ങൾ പോലും ആ സ്വരൂപം സ്വീകരിച്ചു വന്നു. വേദാന്താനിച്ച വേദാശ്ച മന്ത്രസ്തന്ത്ര സമൂർത്തയ ദശസപ്ത പുരാണാണി ഷഡ്ശാസ്ത്രാണി തഥായു ഗംഗാദ്യ സരിതസ്തത്ര പുഷ്കരാദി സരാംസിച്ച ക്ഷേത്രാണിച്ച ദിശസർവ ദണ്ഡകാദി വനാനിച്ച. ഇവരൊക്കെ അവിടെ എത്തിച്ചേർന്നു എന്നാണ്. അങ്ങനെ സകലരും നിറഞ്ഞു നിൽക്കുന്ന വലിയൊരു ആ വേദിയിൽ വലിയൊരു സദസ്സിനെ സാക്ഷിയാക്കിക്കൊണ്ട് സനകാദി യോഗീശ്വരന്മാർ ജയശബ്ദവും നമശബ്ദവും ഗോവിന്ദ നാമസങ്കീർത്തനവുമായി ഭാഗവതത്തെ പറയാനായിട്ട് ആരംഭിച്ചു. തസ്യ ശ്രവണമാത്രേണ മുക്തി കരതലേ സ്ഥിത. ഇതിനിടയിൽ വന്നിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്യരുത്. അപ്പോൾ സദാസേവ്യ ശ്രീമദ് ഭാഗവതി കഥ, ഭാഗവതം മറ്റൊരു പ്രമാണം നമുക്ക് പറഞ്ഞു തരികയാണ്. നമുക്ക് പലപ്പോഴും സംശയമാണ്, സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ ഭാഗവതം വായിക്കാമോ, ഇങ്ങനെയുള്ള പല സംശയങ്ങളുമുണ്ട്. സപ്താഹത്തിൻ്റെ ഒരു രീതി എന്നുള്ള രീതിയിൽ ചില ചിട്ടകൾ വെച്ചിട്ടുണ്ടെങ്കിലും എല്ലാ സമയവും വായിക്കേണ്ടുന്നതാണ്, എല്ലാ സമയവും അനുസ്മരിക്കേണ്ടതാണ്, എല്ലാ സമയവും ഹൃദയത്തിൽ ചേർത്ത് വെക്കേണ്ടതാണ് ഭാഗവതം. സദാസേവ്യ എന്നാണ്. എപ്പോഴും അതിനെ സേവിക്കൂ. യസ്യ ശ്രവണമാത്രേണ, ഇതിൻ്റെ കേൾവിയിൽ തന്നെ ആ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ മിന്നിത്തിളങ്ങും. ആ ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ നമുക്ക് ഭക്തി ഉണരും എന്ന് കാണിക്കുന്നു. അങ്ങനെയുള്ള ശ്രീമദ് ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യശ്ച ഭാഗവതം ശാസ്ത്രം വാചയേദർത്ഥതോനിശം ജന്മകോടികൃതം പാപം നശ്യതേ ന അത്ര സംശയം. ജന്മകോടിയിൽ ചെയ്ത പാപങ്ങൾ പോലും ഇത് വേണ്ടതുപോലെ കേട്ടുകഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ തരത്തിലുള്ള ദോഷങ്ങളും തീരും. അന്ധകാരാവൃതമായിരിക്കുന്ന ഒരു മുറി, 10, 20, 30 വർഷം അടച്ചിട്ടൊരു മുറി, അതിൽ ഇരുട്ട് മാത്രമായിരുന്നു അതുവരെ. എപ്പോഴാണോ അതിൽ ഒരു തിരി തെളിയിക്കപ്പെടുന്നത്, ആ തിരി തെളിയുന്നതോടുകൂടി അവിടുത്തെ അന്ധകാരമില്ലാതെയായിട്ട് തീരും. ഇവിടെ ഭാഗവതമാകുന്ന ഭക്തി ദീപം നമ്മുടെ ഉള്ളിലെ ഹൃദയാന്ധകാരത്തെ ഇല്ലാതെയാക്കാൻ, അവിടെ ഈ അന്ധകാരം 30 വർഷം ഇരുട്ടായിരുന്നു എന്ന് വിചാരിച്ച് 30 വർഷം വിളക്ക് കൊളുത്തി വെക്കേണ്ട. എപ്പോഴാണോ ആ വിളക്ക് കൊളുത്തപ്പെടുന്നത് ആ നിമിഷം തന്നെ തീർച്ചയായും നമ്മുടെ അന്ധകാരം തീരുക തന്നെ ചെയ്യും. ശ്ലോകാർത്ഥം ശ്ലോകപാദം വാം. ഇത്രയും കാരുണ്യമാണ് ഭഗവാൻ നമ്മളോട് കാണിച്ചിട്ടുള്ളത്. ഭാഗവതം നിങ്ങൾ കേട്ടോളൂ, ഭാഗവതത്തിൽ ഒരു ശ്ലോകമെങ്കിലും ചൊല്ലിക്കോളൂ. അതല്ലെങ്കിൽ ഒരു ശ്ലോകത്തിൻ്റെ പകുതി, അല്ലെങ്കിൽ അതിൻ്റെയും പകുതി, അത്രയെങ്കിലും ജപിച്ചുകൂടെ എന്ന് ചോദിക്കുകയാണ്. ഒരു 100 വർഷം ആയുസ്സുണ്ടെങ്കിൽ പ്രഹ്ലാദൻ പറയുന്നത് പോലെ അതിൻ്റെ പകുതി ഉറങ്ങിക്കഴിയുന്നു. പിന്നെ ബാല്യത്തിൽ അറിവില്ലായ്മയുടെ കാലം, വാർദ്ധക്യത്തിൽ ഇന്ദ്രിയങ്ങൾക്ക് ശക്തിയില്ലായ്മയുടെ കാലം, യൗവനം ഇന്ദ്രിയങ്ങൾക്കൊക്കെ ശക്തിയുള്ള സമയത്ത് ഭാഗവതത്തെ സ്വീകരിക്കൂ. ചില പരസ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ ആദ്യമേ ആയുർവേദം എന്ന് പറയാറുണ്ട്. പലപ്പോഴും അങ്ങനെയല്ല, അവസാനത്തിലാണ് ഇതിലേക്കൊക്കെ എത്തുക. അത് പോരാ എന്നാണ്. ചില ആളുകളൊക്കെ എല്ലാം കഴിഞ്ഞ് ആളുകൾ വിചാരിക്കുന്നത് റിട്ടയർമെൻറ്റൊക്കെ കഴിഞ്ഞിട്ടാവാമെന്ന്. അത് പോരാ എന്ന് പറയുന്നു. ഭാഗവതം തുടക്കത്തിൽ തന്നെ ആസ്വദിച്ചു കഴിഞ്ഞാൽ മറ്റ് ഒരു ലഹരിയിലേക്ക് നമ്മൾ പോവില്ല. ഹരിനാമലഹരിയിൽ എല്ലാം മറക്കുന്ന നമുക്ക് മറ്റ് ഒരു ലഹരിയും, അല്ലേ, അമൃത സേവിച്ചു കഴിഞ്ഞാൽ മറ്റെല്ലാം തൃണസമാനമായി തീരും, വെറും കാടിവെള്ളം പോലെ ആയിത്തീരും എന്ന് പറയുന്നത് പോലെ ഇതിനെ കുട്ടിക്കാലം മുതൽ തന്നെ ആസ്വദിക്കുകയാണ് വേണ്ടത് എന്ന് പ്രത്യേകമായിട്ട് അവിടെ പറയുന്നു. അങ്ങനെ ആ ഭാഗവത കഥാകഥനം നടക്കുന്ന സമയത്ത്, അതിൻ്റെ മാഹാത്മ്യം പറഞ്ഞു തുടങ്ങിയ ആ സമയത്ത് തന്നെ ഭക്തി സുതൗതൗ തരുണോ ഗൃഹീത്വ പ്രേമൈകരൂപ സഹസാ വിരാസിൽ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ നാഥേതി നാമാനി മുഹുർവദന്തി. പഞ്ചാക്ഷരി പ്രിയനായ മഹാദേവൻ പോലും പൂജിക്കുന്ന
ആ പങ്കജാക്ഷൻ്റെ പഞ്ചനാമങ്ങളോട് കൂടിയിട്ടാണ്, 5 നാമങ്ങളോട് കൂടിയിട്ടാണ് ഭക്തിദേവി ഉണർവിലേക്കും ഉയർച്ചയിലേക്കും മാറിയ തൻ്റെ ജ്ഞാനവൈരാഗ്യങ്ങളാകുന്ന 2 പേരുടെയും മക്കളുടെ കയ്യും പിടിച്ച് ആനന്ദ നൃത്തം ചെയ്തുകൊണ്ട് അവിടേക്ക് വരുന്നത്. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ നാഥ എന്ന് വിളിച്ചും കൊണ്ട് ആനന്ദ നൃത്തം ചെയ്തും കൊണ്ട് അവിടേക്ക് എത്തിച്ചേരുന്നു. അങ്ങനെ ഭക്തിദേവി സനകാദി യോഗീശ്വരന്മാരുടെ നിർദ്ദേശപ്രകാരം, ആഗ്രഹപ്രകാരം അവിടെ വൈഷ്ണവ ജനങ്ങളുടെ, ഭക്തന്മാരുടെ ഹൃദയപീഠികയിൽ ദേവി ഭക്തി തെളിയാൻ തുടങ്ങി. ഭക്തി തെളിഞ്ഞതോടുകൂടി ആനന്ദമായി. അങ്ങനെ ആ ഭക്തി ഉള്ളിൽ തെളിഞ്ഞപ്പോൾ എവിടെയാണോ ഭക്തിയുള്ളത്, നാഹം വസാമി വൈകുണ്ഠേ ന യോഗി ഹൃദയേ പിച്ചാ മൽഭക്ത എത്ര ഗായന്തി തത്ര തിഷ്ഠാമി നാരദ എന്ന് പറഞ്ഞ ഭഗവാൻ ഭക്തിദേവി നിറഞ്ഞു നിൽക്കുന്ന വൈഷ്ണവ ചിത്തങ്ങളിലേക്ക് തൻ്റെ സ്വരൂപത്തെ കാണിച്ചും കൊണ്ട് ആനന്ദസ്വരൂപനായ സാന്ദ്രാനന്ദ അവബോധാത്മകം എന്ന് പട്ടേരിപ്പാട് പറഞ്ഞ ആ ഗുരുവായൂരപ്പൻ എല്ലാവരുടെയും ഉള്ളിൽ മിന്നിത്തിളങ്ങാൻ തുടങ്ങി. ആരാണ് ഗുരുവായൂരപ്പൻ? ഗുരുവായൂരിലിരിക്കുന്ന ആ ഈശ്വരൻ മാത്രമല്ല, അത് ഗുരുവായൂരപ്പനാണ്. അത് സ്ഥലവുമായി ബന്ധപ്പെട്ട ഭഗവാന്റെ. എന്നാൽ ആ ഗുരുവായൂരപ്പൻ നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ മിന്നിത്തിളങ്ങുന്ന ചൈതന്യമാണ് എന്ന് ആചാര്യന്മാർ, യശശരീരനായ ഭാഗവതോത്തമൻ വേങ്ങേരിയൊക്കെ പറയുന്നത് പോലെ ഗുരുവായ വായു ഇരിക്കുന്ന ഊര് ഏതോ അതാണ് ഗുരുവായൂർ. ശ്രേഷ്ഠമായ വായു. ലഘു എന്നുള്ളതിൻ്റെ വിപരീതമാണ് ഗുരു എന്ന് നമുക്കറിയാം. അപ്പം ശ്രേഷ്ഠമായത് എന്താണ്? ലഘുവിന് വിപരീതമായതാണ് ഗുരു. ഏറ്റവും ശ്രേഷ്ഠമായ വായു അത് പ്രാണവായു. പ്രാണവായു ഇരിക്കുന്ന ഊര് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഹൃദയമാണ്. ആ ഹൃദയത്തിലിരിക്കുന്ന ഈശ്വരനാണ് ഗുരുവായൂരപ്പൻ. അപ്പോൾ ഗുരുവായൂരപ്പനെ തേടി നമ്മൾ എവിടേക്കെങ്കിലും ഒന്നിങ്ങനെ ഓടി നടക്കണ്ട. മറിച്ച് ആ കണ്ണൊന്ന് തുറന്ന്, നേരത്തെ പറഞ്ഞതുപോലെ അകക്കണ്ണൊന്ന് തുറക്കാൻ സാധിച്ചാൽ മതി. പക്ഷേ ആ വാതിൽ എത്രയോ കാലം അടച്ചിട്ടത് കൊണ്ട് തുറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അവിടെ ഭക്തിയുടെ കണ്ണീരിൻ്റെ നനവ് പടർന്നാൽ, അല്ലേ, എണ്ണയൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ വാതിൽ പെട്ടെന്ന് തുറക്കാൻ സാധിക്കും. ഇവിടെ ആ കണ്ണീര് കൊണ്ട് അതിനെ ഒന്ന് കഴുകി ശുദ്ധമാക്കി കഴിഞ്ഞാൽ തീർച്ചയായും ആ വാതിൽ നമുക്ക് തുറക്കാൻ സാധിക്കും. ആ വാതിൽ തുറന്നാൽ ഗുരുവായൂരപ്പനായി കളഭാഭിഷിക്തനായി നിൽക്കുന്ന കാരുണ്യസ്വരൂപൻ്റെ ദിവ്യമായ ആ രൂപം നമുക്ക് കാണാം, നമുക്ക് അനുഭവിക്കാം. അപ്പം ഇവിടെ അതുകൊണ്ടാണ് മഹാകവി പാടിയത്, ഗുരുവായൂരിലേക്കുള്ള വഴി ചോദിച്ചു നിൽക്കവേ എന്നിൽ നിന്ന് എന്നിലേക്കുള്ള ദൂരം കണ്ട് അമ്പരന്നു ഞാൻ എന്ന്. ഹൃദിസ്ഥോപ്യതിദൂരസ്ഥ. അങ്ങനെയുള്ള ഭഗവാൻ, ആ ഭഗവാൻ എല്ലാവരുടെയും ഉള്ളിൽ മിന്നിത്തിളങ്ങിയപ്പോൾ സനകാദി യോഗീശ്വരന്മാർ പറഞ്ഞു, എത്രയോ എത്രയോ പാപങ്ങൾ, ജന്മകോടികൃതം പാപം എന്ന് ആദ്യം പറഞ്ഞ സനകാദി യോഗീശ്വരന്മാർ പിന്നെ പാപങ്ങളെക്കുറിച്ച് പ്രത്യേകമായിട്ട് പറഞ്ഞു. ഏ മാനവ പാപകൃതസ്തു സർവദാ സദാ ദുരാചാരത വിമാർഗക ക്രോധ അഗ്നിദഗ്ധ കുടിലാശ്ച കാമിന സത്യേന ഹീന. ഇവരൊക്കെ ശുദ്ധരായിട്ട് തീരുക തന്നെ ചെയ്യും. ഇതൊരിക്കലും പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല, മറിച്ച് ഈ ഭഗവത് കഥാമൃതത്തിൻ്റെ ആ ശ്രേഷ്ഠതയെക്കുറിച്ച് നമുക്ക് കാണിച്ചു തരുന്നതാണ്. അങ്ങനെ എത്രയൊക്കെ പാപം ചെയ്ത ആളുകളും ഇതിൽ നിന്ന് രക്ഷപ്പെടും എന്ന് പറഞ്ഞപ്പോൾ അതിന് ഉപോദ്ബലകമായി, ഉദാഹരണമായി ഒരു കഥ പറഞ്ഞു. അതാണ് ആത്മദേവൻ്റെ കഥ. ഇതൊക്കെ നമ്മുടെ കഥ തന്നെയാണ്. ആത്മദേവൻ നമ്മൾ തന്നെയാണ്. നമ്മുടെ മനസ്സ് ഭൗതികതയിലേക്ക് തിരിയുമ്പോൾ അവിടെ നമുക്ക് ദോഷങ്ങൾ സംഭവിക്കും. സജ്ജനങ്ങളുടെ വാക്കിനെ വേണ്ട പോലെ മനസ്സിലാക്കാതെ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് അപകടങ്ങളുണ്ടാവും. എന്നാൽ ആത്മബോധം തെളിയിക്കാൻ പാകത്തിന് ആത്മജനായി ഏറ്റവും ശ്രേഷ്ഠനായൊരു പുത്രൻ ആ ആത്മദേവനുണ്ടായതുകൊണ്ട് ഒരിക്കൽ നഷ്ടപ്പെട്ടത് മുഴുവൻ തിരിച്ചു കിട്ടി അദ്ദേഹത്തിന്. അതുകൊണ്ടാണ് ദുഷ്ടനായ പുത്രനുണ്ടായിട്ടും അതിൽ വിഷമിച്ചിരിക്കുകയല്ല വേണ്ടത് എന്ന സൽപുത്രനായ ഗോകർണൻ്റെ വാക്ക് കേട്ട് അദ്ദേഹത്തിന് ആത്മസാക്ഷാത്കാരം നേടി ആത്മസ്വരൂപനായ ഭഗവാനിലേക്ക് ലയിക്കാൻ സാധിച്ചത്.
കുട്ടികളില്ലാത്തത് ദുഃഖമായി കരുതി വനത്തിൽ പോയി തൻ്റെ ജീവിതം ഒടുക്കാൻ പുറപ്പെട്ട ആത്മദേവന് അവിടെ യതി പറഞ്ഞു കൊടുത്തു, 7 ജന്മം അങ്ങയ്ക്ക് പുത്രനുണ്ടാവാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല. പുത്രനുണ്ടാകാത്തത് ദുഃഖമാണ് എന്ന് കരുതുന്ന അങ്ങയ്ക്ക് അധികം വൈകാതെ പുത്രനുണ്ടായതാണ് ഏറ്റവും വലിയ ദുഃഖമെന്ന് തോന്നും. അതുകൊണ്ട് ആ മോഹത്തെ ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. മോഹങ്ങളാണ് എന്നും ദുഃഖങ്ങൾക്ക് കാരണം, അല്ലേ? ആ മോഹമഹാന്ധകാരത്തിൽ നിന്നുള്ള മോചനമാണ് ഭാഗവതം ലക്ഷ്യമിടുന്നത്. ഏകാദശ സ്കന്ധത്തിൽ ഉദ്ധവനോട് ഭഗവാൻ പറയുന്നുണ്ട്, ഈ മോഹാന്ധകാരത്തിൽ നിന്ന് നിന്നെ ഞാൻ ഉയർത്തിക്കൊണ്ടുവന്നു ജ്ഞാനദീപത്തിലൂടെ. ഇപ്പം ഭാഗവതമാകുന്ന ജ്ഞാനദീപം. ഇവിടെ പറയണു, ആത്മദേവൻ വീണ്ടും ശഠിച്ചു, എനിക്ക് പുത്രഭാഗ്യം വേണം, അതിന് അനുഗ്രഹിക്കണം. എങ്കിൽ ശരി, ഈ പഴം കൊണ്ടുപോവുക, ഈ പഴം ആര് കഴിക്കുന്നുവോ അവർക്ക് ഒരു പുത്രനുണ്ടാവും. നിൻ്റെ പത്നിക്ക് കൊടുത്തോളൂ, അവൾ വന്ധ്യയാണ് എങ്കിൽ അവൾക്ക് കൊടുക്കൂ, അവൾക്കും പുത്രനുണ്ടാവും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് ആ പഴം കൊടുത്തയച്ചു. ധുന്ധുലി എന്ന ആത്മദേവ പത്നി നമുക്ക് പറഞ്ഞു തരുന്നു, ആത്മദേവൻ ഈശ്വരനെ ആശ്രയിക്കുന്ന ആളായിരുന്നു. എങ്കിലും ഭൗതികതയിൽ മോഹം വന്നപ്പോൾ അത് ഭൗതികതയുടെ പ്രതീകമായ തൻ്റെ പത്നിയുടെ കയ്യിൽ ഏൽപ്പിച്ചപ്പോൾ സമാനശീലാപി തദീയ വല്ലഭ എന്ന് പറയാൻ സാധിക്കാത്ത ആ ദാമ്പത്യം എങ്ങനെ വേണം? ഒരേപോലെ തുല്യ മനസ്സോടുകൂടി ആ തുല്യ മനസ്സ് ഭഗവാനിലേക്ക് അർപ്പിക്കപ്പെട്ടതാവണം. രണ്ടുപേരും ഭഗവത് വിരോധികളായാൽ സമാനശീലമുള്ളവരാണെങ്കിലും വിജയം ഉണ്ടാവില്ല. മറിച്ച് ഭഗവാന് സമർപ്പണം ചെയ്യാം. ഇവിടെ നേരെ മറിച്ചായിരുന്നു. ആത്മദേവൻ ആ യതിയുടെ വാക്കിനെ അംഗീകരിച്ച് സജ്ജനങ്ങളെ ആദരിക്കുന്ന അദ്ദേഹം ഈ പഴം തൻ്റെ ഭാര്യയായ ധുന്ധുലിക്ക് കൊടുത്തപ്പോൾ ആ പെൺകുട്ടി അവൾ ഇതിലൊട്ടും താല്പര്യപ്പെട്ടില്ല. അവളുടെ ചിന്ത മറ്റൊന്നായിരുന്നു. ലാളനെ പാലനെ ദുഃഖം പ്രസൂതായാഷ്ടവർത്തതെ വന്ധ്യാവ വിധവാ നാരി സുഖിനി ചേതി മേ മതി. എൻ്റെ അഭിപ്രായത്തിൽ ഈ ലോകത്ത് വന്ധ്യകളും വിധവകളുമാണ് ഏറ്റവും ഭാഗ്യവതികൾ എന്നാണ്. പുത്രഭാഗ്യത്തിൻ്റെ ആ സന്തോഷം അത് അനുഭവിക്കാനുള്ള ഭാഗ്യമില്ലാത്തവളായി അവൾ. പക്ഷേ അവൾക്കിത് ഭർത്താവിനോട് പറയാൻ ധൈര്യം ഉണ്ടായില്ല. അവൾ എന്തു ചെയ്തു? ഈ പഴം തൻ്റെ തൊഴുത്തിലുള്ള പശുവിന് കൊടുത്തു. പശു ആ പഴം ഭക്ഷിച്ചു. പശുവിനാണ് അതിനുള്ള ഭാഗ്യമുണ്ടായത് എന്ന് ചുരുക്കം. മന്ത്രങ്ങളെ കൊണ്ട് സിദ്ധി വരുത്തിയ ആ സിദ്ധൻ ആ യതി കൊടുത്ത പഴം കഴിച്ചത് പശു. എന്നാൽ ഇനി ഭർത്താവിനോട് എന്തു പറയും എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അനുജത്തി വരുന്നത്. ധുന്ധുലിയുടെ അനുജത്തി. അവൾ ഏടത്തിയുടെ വിഷമത്തിൽ അവൾ പറഞ്ഞു, ഏടത്തി വിഷമിക്കേണ്ട, എനിക്ക് മക്കൾ വേറെയുണ്ട്, ഞാനിപ്പോൾ ഗർഭിണിയാണ്, എനിക്കുണ്ടാകുന്ന കുഞ്ഞിനെ ഞാൻ ഏടത്തിക്ക് തരാം. നോക്കൂ എത്ര കണ്ട് ദുഷ്ടമാണ് അവരുടെ മനസ്സെന്ന് ആലോചിക്കുക. എനിക്കുണ്ടാകുന്ന കുഞ്ഞ് മരിച്ചുപോയി എന്നും പറഞ്ഞ് ഏടത്തിക്ക് എൻ്റെ കുഞ്ഞിനെ ഞാൻ തരാം, പക്ഷേ അതിന് ധനച്ചെലവുണ്ട്. എൻ്റെ ഭർത്താവിന് പണം കൊടുത്താൽ തീർച്ചയായും ഈ കുഞ്ഞിനെ ഏടത്തിക്ക് തരും. അത് നമ്മൾ 3 പേര് മാത്രം അറിഞ്ഞാൽ മതി. ആത്മദേവൻ ഒരിക്കലും ഇത് അറിയരുത്. ഈ രീതിയിലൊക്കെ ചട്ടം കെട്ടി ആ അനുജത്തിക്കുണ്ടായ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായി സ്വീകരിച്ചു. ആ കുഞ്ഞിന് ആ പാല് കൊടുക്കാൻ അനുജത്തി അവിടെ തൻ്റെ കുഞ്ഞ് മരിച്ചുപോയി എങ്കിലും ഏടത്തിക്ക് പാല് കൊടുക്കാനില്ല. അതുകൊണ്ട് ഏടത്തിക്കൊരു സഹായം എന്നുള്ള രീതിയിൽ അവിടെ കഴിയണു. ധുന്ധുലി തൻ്റെ കുഞ്ഞ് തന്നെയാണ് എന്ന് ലോകത്തിന് അറിയാൻ വേണ്ടി, അത് കാണിക്കാൻ വേണ്ടി ആ കുഞ്ഞിന് ധുന്ധുകാരി എന്ന് പേരിടുകയും ചെയ്തു. അത് കഴിഞ്ഞട്ടോ അവിടെ അധ കാലേന സാ നാരി പ്രസൂത ബാലകം തഥാ. അവിടെ ആ പെൺകുട്ടി തൻ്റെ ഭർത്താവിൻ്റെ ഇച്ഛയോടുകൂടി, ഭർത്താവിൻ്റെ അനുവാദത്തോടുകൂടി പണം വാങ്ങി തൻ്റെ കുഞ്ഞിനെ കൊടുത്തു. ത്രിമാസേ നിർഗതേ ചാധ. 3 മാസം കഴിഞ്ഞപ്പോഴാണ് സാ ധേനു സുഷുവേർഭകം. ആ പശു ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു. മനുഷ്യരൂപം, ചെവി മാത്രം പശുവിനെ പോലെ. ഗോകർണം തം സുതം ദൃഷ്ടുവ.
പശുവിൻ്റെ ചെവിയോടുകൂടി ആ കുഞ്ഞിനെ കണ്ടപ്പോൾ ആ കുഞ്ഞിന് ഗോകർണൻ എന്ന് പേരിട്ടു. ഗോകർണൻ പണ്ഡിതനും ജ്ഞാനിയുമായിരുന്നു, ധുന്ധുകാരി മഹാഖല. അങ്ങനെയാണ് ഉണ്ടാവുക അല്ലേ? സജ്ജനം ആശീർവദിച്ചു നൽകിയ പഴം കഴിച്ചപ്പോൾ ഉണ്ടായ കുഞ്ഞ് പണ്ഡിതനും ജ്ഞാനിയുമായി. എന്നാൽ സ്വന്തം കുഞ്ഞിനെ പണത്തിന് കൊടുക്കാൻ യാതൊരു മടിയുമില്ലാത്ത മാതാപിതാക്കളുടെ കുഞ്ഞ് അതിദുഷ്ടനായി മാറി. ദുഷ്ടനായ കുഞ്ഞിൻ്റെ വളർച്ച, ആ കുഞ്ഞിനോടൊപ്പം വളരുന്ന ദുഷ്ടതകൾ അത് കണ്ട് തകർന്നുപോയ ആ പിതാവിന് ഈ ഗോകർണൻ തന്നെ ഉപദേശം കൊടുത്തു, വനത്തിലേക്ക് പറഞ്ഞയച്ചു. അവിടെയും ഭഗവാന്റെ കാരുണ്യമുണ്ടായി. ഭൗതികതയുടെ തിരശ്ശീലയിൽ ആത്മാവിൽ നിറഞ്ഞു നിൽക്കുന്ന ദേവനെ കാണാൻ മറന്നുപോയ ആത്മദേവന് ആത്മോപദേശം കൊടുത്ത പുത്രൻ ഗോകർണൻ പിന്നീട് അച്ഛൻ വനത്തിലേക്ക് പോയി. ഗോകർണൻ തീർത്ഥയാത്രയ്ക്ക് പോയി. ധുന്ധുകാരി മഹാദുഷ്ടനായി, ഖലനായി. ലോകത്തിൽ എന്തൊക്കെ ആ ദുഷ്പ്രവൃത്തികളുണ്ടോ അതിൻ്റെ മുഴുവൻ ആധാരം എന്നതുപോലെ വർത്തിച്ചു. കുടിലകളായിട്ടുള്ള സ്ത്രീകളുമായിട്ടുള്ള സംസർഗം, അവർക്ക് വേണ്ടി കൊള്ളയും കൊലയും വരെ ചെയ്യുന്ന സ്വഭാവം, മോഷണം എന്നു വേണ്ട മദ്യപാനം, മാംസഭക്ഷണം, അങ്ങനെ ദുഷ്ടനായ ആ ധുന്ധുകാരിയുടെ പ്രവൃത്തിയിൽ മനം നൊന്ത് അവസാനം വന്ധ്യാവാ വിധവാ നാരി എന്ന് പറഞ്ഞ, അവരാണ് ലോകത്തിലെ ഏറ്റവും സുഖമുള്ളവർ എന്ന് പറഞ്ഞ ആ വിധവയായ അമ്മ, അല്ലെങ്കിൽ ഭർത്താവ് പോയതോടുകൂടി വിധവയെപ്പോലെ ജീവിച്ച ധുന്ധുലി അവസാനം പൊട്ടക്കിണറ്റിൽ ചാടി തൻ്റെ ആ ശരീരത്തെ ഉപേക്ഷിച്ചു. ധുന്ധുകാരി ഏതൊരാൾക്ക് വേണ്ടിയാണോ താൻ ജീവിച്ചത്, തൻ്റെ കുടുംബത്തെ സ്വധർമ്മമുത്സൃജ്യ തയാസമാരമൻ എന്ന അജാമിളൻ്റെ കഥയിൽ മേൽപ്പത്തൂർ പറയുന്നത് പോലെ കുലടകളായിട്ടുള്ള വേശ്യാസ്ത്രീകൾക്ക് വേണ്ടി എന്തൊക്കെ ദുഷ്ടത്തരങ്ങൾ ചെയ്തുവോ ആ വേശ്യാസ്ത്രീകളാൽ തന്നെ ജീവനോടെ ദഹിപ്പിക്കപ്പെട്ടു ധുന്ധുകാരി. ഗതി കിട്ടാത്ത പ്രേതമായി പല പല രൂപങ്ങളിൽ അലഞ്ഞു നടന്ന ആ ധുന്ധുകാരിക്ക് അവിടെയും ആ ഗോകർണൻ തന്നെയാണ് രക്ഷയായിട്ട് വന്നത് എന്ന് ഭാഗവതം ഓർമ്മിപ്പിക്കുന്നു. ഭാഗവതത്തിൻ്റെ ശക്തി പറയാൻ വേണ്ടിയിട്ടാണ് സനകാദി യോഗീശ്വരന്മാർ ഈ കഥാസന്ദർഭം നമുക്ക് പറഞ്ഞു തരുന്നത്. പാപങ്ങൾ ചെയ്ത ധുന്ധുകാരിക്ക് പോലും പരമസ്വരൂപനായിരിക്കുന്ന ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചത് ഭാഗവതത്തിലൂടെയാണ് എന്ന് കാണിച്ചു തരുന്നു. തീർത്ഥാടനം കഴിഞ്ഞ് തിരിച്ചെത്തിയ ആ ഗോകർണൻ തൻ്റെ ഗൃഹത്തിൽ, കാടും പടലും മൂടിക്കിടക്കുന്ന തൻ്റെ ഗൃഹത്തിൽ അവിടെ ഇരിക്കുന്ന സമയത്താണ് ചില സ്വരൂപങ്ങൾ കാണുന്നു. ഗോകർണൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ തീർത്ഥജലം, ആ ഗംഗാതീർത്ഥം കൊണ്ട് പ്രോഷണം ചെയ്തപ്പോൾ അതിൽ നിന്ന് ഒരു ശബ്ദം പുറത്തേക്ക് വന്നു. പറഞ്ഞു, അഹം ഭ്രാത ത്വദീയോസ്മി, ഞാൻ അങ്ങയുടെ സഹോദരനാണ്, ധുന്ധുകാരി എന്ന സഹോദരൻ. ഞാൻ എൻ്റെ പ്രവർത്തനങ്ങളെ കൊണ്ട് തന്നെ, അതിൻ്റെ ദോഷങ്ങളെ കൊണ്ട് തന്നെ ബ്രഹ്മത്വം നശിച്ച് ഞാനിതാ പ്രേതമായി മാറിയിരിക്കുന്നു. അഹോ ബന്ധോ കൃപാസിന്ധോ ഭ്രാതർമാമാശു മോചയ, എന്നെ മോചിപ്പിക്കണേ എന്ന് പറഞ്ഞപ്പോൾ ഗോകർണൻ പറഞ്ഞു, ഗയാശ്രാദ്ധമൊക്കെ ഞാൻ നടത്തിയതാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഗയാശ്രാദ്ധ ശതേനാഭി, ഇനി 100 ഗയാശ്രാദ്ധങ്ങൾ നടത്തിയാൽ പോലും എനിക്ക് മോചനം എന്നൊന്നുണ്ടാവില്ല, അതിന് മറ്റൊരു ഉപായം കാണണം എന്ന് പറഞ്ഞപ്പോഴാണ് ഗോകർണൻ സൂര്യഗതിയെ തടഞ്ഞു നിർത്തി. സൂര്യനിൽ നിന്ന് ഈ പ്രേതത്തിന്, ഈ പ്രേതാവസ്ഥയിൽ നിന്നും പ്രണവസ്വരൂപനായ ഭഗവാനിലേക്ക് എത്തിച്ചേരാനുള്ള വഴി എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ശ്രീമദ് ഭാഗവതാൻ മുക്തി സപ്താഹേന വാചനം ഗുരു എന്ന് പറഞ്ഞത്. ശ്രീമദ് ഭാഗവതം കൊണ്ട് മുക്തി നേടാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഏതാ ഇതി സൂര്യവച സർവേ ധർമ്മരൂപം തു വിശ്രുതം. ധർമ്മസ്വരൂപനായ സൂര്യനാരായണമൂർത്തിയുടെ, പ്രത്യക്ഷ നാരായണമൂർത്തിയുടെ ആ വാക്കുകൾ കേട്ട് ഗോകർണൻ നിശ്ചയം ചെയ്തു, സപ്താഹം ചെയ്യാനായിട്ട് ആരംഭിക്കണു. പ്രേതാവസ്ഥയിലിരിക്കുന്ന, വാതരൂപത്തിലിരിക്കുന്ന, വായുരൂപത്തിലിരിക്കുന്ന ആ
പ്രേതത്തെ ഗുരുവായൂപുരേശനായിരിക്കുന്ന ആ ഭഗവാനിലേക്ക് എത്തിക്കാൻ അവിടെ ഒരു മുളങ്കമ്പിലേക്ക്, മുളയെ മുരളികയാക്കുന്ന കാരുണ്യസ്വരൂപനാക്കാൻ ഒരു മുളയിലേക്ക് ആവാഹിച്ചിരുത്തി. ആ മുളയെ മുരളികയാക്കി തന്നോട് ചേർത്തു ഭഗവാൻ എന്നാണ് ഗോകർണ സപ്താഹത്തിൻ്റെ അവസാനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓരോ ദിവസവും ഓരോ കമ്പുകൾ മുറിഞ്ഞ് 7ാമത്തെ ദിവസം ഗോകർണൻ വിചാരിച്ചു, ഭാഗവതം സമർപ്പിക്കുമ്പോൾ ഭഗവാൻ തൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് കരുതി അങ്ങോട്ട് വീണ് നമസ്കരിക്കാൻ പുറപ്പെടുമ്പോഴാണ് ആ ഭഗവത് സ്വരൂപം തൻ്റെ കാക്കൽ വീണിങ്ങനെ നമസ്കരിക്കുന്നത് കണ്ടത്. പറഞ്ഞു, താൻ അങ്ങയുടെ ആ ഭാഗവത പാരായണം കൊണ്ട് ഭഗവത് സ്വരൂപമായി മാറിയ ധുന്ധുകാരിയാണ് എന്ന് പറഞ്ഞപ്പോൾ വല്ലാത്ത അത്ഭുതമായി ഗോകർണന്. എത്രയോ ആളുകൾ ഇതൊക്കെ കേട്ടിട്ടും എന്തുകൊണ്ടാണ് ഈ ധുന്ധുകാരിക്ക് മാത്രം ഇത്തരത്തിൽ ഒരു ഉയർച്ചയുണ്ടായത് എന്ന് സംശയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ വിഷ്ണുസ്വരൂപത്തിലേക്ക് മാറിയ വിപ്രധർമ്മങ്ങളെ ഉപേക്ഷിച്ച് പാപങ്ങൾ ചെയ്തു കൂട്ടിയ ധുന്ധുകാരിയുടെ മുമ്പിലേക്ക് വിഷ്ണു പാർഷദന്മാർ, ഹരിദാസന്മാർ വിമാനവുമായിട്ട് വന്നു. ഗോകർണൻ അവരോട് ചോദിച്ചു, എത്രയോ ആളുകൾ കേട്ടു, എന്തുകൊണ്ടാണ് ഈ ഗോകർണന് മാത്രം, ഗോകർണൻ പറയുകയാണ്, എന്തുകൊണ്ടാണ് ഈ ധുന്ധുകാരിക്ക് മാത്രം മോക്ഷം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ശ്രവണസ്യ വിഭേദേന, കേട്ടതിൻ്റെ വ്യത്യാസം കൊണ്ടാണ് ഇതിൻ്റെ ഫലത്തിലും വ്യത്യാസമുണ്ടായത്. എല്ലാവരും ഭാഗവതം കേട്ടു, എന്നാൽ അത് വേണ്ടതുപോലെ ആരും മനനം ചെയ്തില്ല, അതാണ് അതിൻ്റെ ദോഷം എന്ന് പറഞ്ഞുകൊടുത്തു. അന്ന് തന്നെ ഗോകർണൻ മറ്റൊരു സപ്താഹം ആരംഭിച്ചു എന്നാണ് ഭാഗവത മാഹാത്മ്യത്തിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. അവിടെ സകല ആളുകളും ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി ആ ഗോകർണവാണികളെ കേൾക്കുകയും അതിനെ മനനം ചെയ്യുകയും ചെയ്തപ്പോൾ അവിടെ ഭഗവാൻ സകല ആളുകൾക്കും മോക്ഷം കൊടുത്തു. ഭഗവാൻ തന്നെ നേരിട്ട് വന്ന് ആ ഗോകർണനെ ആലിംഗനം ചെയ്തു എന്ന് പറയുന്നു. അവിടെ വന്നിട്ടോ പാഞ്ചജന്യധ്വനി മുഴക്കിക്കൊണ്ട് ഭഗവാൻ വന്ന് ഗോകർണനെ കെട്ടിപ്പിടിച്ചു. അയോധ്യാവാസികളെ ശ്രീരാമചന്ദ്രസ്വാമി എങ്ങനെയാണോ വൈകുണ്ഠലോകത്തിലേക്ക് എത്തിച്ചത്, അതേപോലെ ആ ഗോകർണൻ്റെ നേതൃത്വത്തിൽ ഗോവിന്ദനായ ഭഗവാന്റെ ലോകത്തിലേക്ക് എല്ലാവർക്കും എത്തിച്ചേരാനായിട്ട് സാധിച്ചു എന്ന് പറഞ്ഞും കൊണ്ട് ഗോകർണ ഭക്തി വർണ്ണനം എന്ന 5ാമത്തെ അധ്യായം സമർപ്പിച്ചു. 6ാമത്തെ അധ്യായത്തിൽ ഭാഗവത ശ്രവണ വിധി, എങ്ങനെയാണ് ഭാഗവതം കേൾക്കേണ്ടത് എന്നുള്ളതും അവിടെ സനകാദി യോഗീശ്വരന്മാർ പറഞ്ഞു കൊടുക്കുകയാണ്. അവിടെ ആ ഭഗവാന്റെ ദിവ്യമായ കഥകളിങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിക്കുക, ഭാഗവതത്തെ നമസ്കരിക്കുക, അങ്ങനെ ആ സപ്താഹ ശ്രവണവിധി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും അവിടേക്ക് സാക്ഷാൽ ശ്രീ ശിവബ്രഹ്മർഷി എത്തിച്ചേരുന്നു. ശ്രീ ശിവബ്രഹ്മർഷിയുടെ നേതൃത്വത്തിൽ ഭാഗവത കഥാകഥനം ആരംഭിക്കുന്നു. അവിടെ സാക്ഷാൽ ഭഗവാൻ അർജുനനോടും ഉദ്ധവനോടും ദേവേന്ദ്രനോടുമൊക്കെ കൂടി അവിടെ എത്തിച്ചേരുന്നു. ആനന്ദത്തിൻ്റെയും അനുഭൂതിയുടെയും ആനന്ദ നടനത്തിൻ്റെയും ആഹ്ലാദഗീതികളുടെയും സമ്മേളനമായി മാറി ആ സപ്താഹരംഗം എന്ന് പറയുന്നു. അത് നമ്മൾ ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു, അനുഭൂതി തലങ്ങളിലേക്ക് ചേർത്ത് വെച്ചു കൊണ്ടിരിക്കുന്നു. ആനന്ദമാണ് ഭാഗവതത്തിൻ്റെ പരമപ്രധാനമായിട്ടുള്ള ലക്ഷണം. നിത്യാനന്ദം, ദുഃഖത്തിൻ്റെ കലർപ്പില്ലാത്ത ആ ആനന്ദത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ അക്ഷരപ്പൂക്കളെ ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ ഗണപതി ഭഗവാനായി മിന്നിത്തിളങ്ങുന്ന ആ ചൈതന്യമൂർത്തിയുടെ മടിയിലിരിക്കുന്ന പൊന്നുണ്ണിക്കണ്ണൻ്റെ പാദാരവിന്ദങ്ങളിൽ ഭക്തിയാദരപൂർവം സമർപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാവാ നിസൃതസ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകാ സമസ്ത സുജനാ ഭവന്തു. ലോകാ സമസ്ത
ത്വൽഭക്താ ഭവന്തു. സർവേ ഭവന്തു സുഖിന, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. ഹരേ കൃഷ്ണ.